ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിൽ പട്ടയം ലഭിച്ചെങ്കിലും പോക്കുവരവടക്കം നടത്താൻ കഴിയാതെ കഴിഞ്ഞ 7 മാസമായി വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് വണ്ടിപ്പെരിയാറിലെ 28ഓളം കുടുംബങ്ങൾ. മ്ലാമല, തേങ്ങാക്കൽ, പുതുവൽ, ലാൻഡ്രം എന്നീ മേഖലകളിലുള്ള കുടുംബങ്ങളാണ് പ്രതിസന്ധിയിൽ കഴിയുന്നത്. അതേസമയം 2 വില്ലേജുകളിലായി കിടക്കുന്ന സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയാകുന്നതോടെ പോക്കുവരവ് ചെയ്യാൻ കഴിയുമെന്ന് പീരുമേട് തഹസിൽദാർ പറഞ്ഞു. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി ഇടുക്കിയിൽ വെച്ച് നടന്ന പട്ടയമേളയിലാണ് ഈ 28 കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചത്. എന്നാൽ പട്ടയം ലഭിച്ചിട്ട് 7 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങുകയാണ് ഈ കുടുംബങ്ങൾ. ഞങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. വെറുതെ 7 മാസം കൊണ്ട് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുക. അവർ ഇന്ന് വാ നാളെ വന്ന് ഇങ്ങനെ പറയുന്നു. ചെല്ലുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരില്ലെന്നാണ് പറയുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മ്ലാമല, പുതുവൽ, തേങ്ങാക്കൽ, 110 പുതുവൽ, ലാൻഡ്രം പുതുവൽ എന്നീ മേഖലയിലാണ് പ്രതിസന്ധി. അപ്പോൾ പിന്നെ ഇത് ആരോടാണ് ഞങ്ങൾ ഇനി പറയുന്നത്? അവർ പറയുന്നത് 75 ഏക്കർ സ്ഥലം ഒരാളുടെ പേരിലാണ് കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. ഈ ഞങ്ങൾ 28ഓളം പേർക്ക് 1 ഏക്കർ 30 സെൻറ്റ് മുതൽ 2.5 ഏക്കർ വരെ ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ച് പട്ടയം കിട്ടിയവരാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം. എല്ലാവരും വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി മടുത്ത് എല്ലാവരും വീട്ടിലേക്ക് പോയേക്കാണ്. പിന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണമല്ലോ എന്നോർത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങളെ സമീപിച്ചത്. ഈ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അവസാനം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഞങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സോഴ്സ് പറയണം, ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പോക്കുവരവ് ചെയ്യാൻ പറ്റുന്നത്. അവരിതൊന്നും പറയുന്നില്ല. വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത് അവർ ഓരോന്നോരോന്ന് പറയാണ്. ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നുമില്ല. ഏലപ്പാറ, മഞ്ചുമല, പീരുമേട് വില്ലേജുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടം. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജിന് കീഴിലാണ്. എന്നാൽ ഈ ഭൂമിയുടെ രേഖകൾ പീരുമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാൻ തടസ്സം നേരിടുന്നത്. ഇതിന് പരിഹാരമുണ്ടായാൽ പ്രതിസന്ധി മാറിക്കിട്ടും. ഈ വസ്തുത നിലനിൽക്കെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന മെല്ലെപ്പൊക്ക് കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഒരാൾക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണിവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പട്ടയം ഉപയോഗിച്ച് ലോൺ തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഈ കുടുംബങ്ങൾ. ജില്ലാ സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടറേറ്റിൽ സമർപ്പിച്ച കളക്ടർ ഉത്തരവിറക്കിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. എന്നാൽ ഈ നടപടി വൈകുകയാണ്. വണ്ടിക്കൂലിയടക്കം വലിയ തുക ചിലവാക്കിയാണ് ഇവർ ആഴ്ചകൾ തോറും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ജില്ലാ ഭരണകൂടം തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. അതേസമയം സർവേ നടപടികൾക്ക് വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുള്ളതായും സർവേ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് കുടുംബങ്ങളുടെ പട്ടയത്തിന് പോക്കുവരവ് ചെയ്യാൻ കഴിയുമെന്നും പീരുമേട് തഹസിൽദാർ അറിയിച്ചു.